തൈറോയിഡ് ഗ്രന്ഥിയുടെ ഒരു പ്രവർത്തനത്തിന് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അയോഡിൻ എന്ന് പറയുന്ന മിനറൽ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ പുരുഷന്മാരുടെ ശരീരത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു മിനറലാണ് സിങ്ക് എന്ന് പറയുന്ന മിനറൽ. പ്രായം ചെല്ലുന്തോറും ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം വരാറുണ്ട്. വീക്കം വരുന്ന സമയത്ത് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ഇഷ്യൂസും നമ്മൾ കാണാറുണ്ട്, വേദനകൾ. അങ്ങനെയുള്ള ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഏജ് ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു 30 വയസ്സ് തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് സിങ്കിന്റെ ഒരു കുറവ് കാരണമാണെന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കുറവ് നമ്മൾ കാണാറുണ്ട് ശരീരത്തിൽ. ഇപ്പോൾ ഒരു നോർമൽ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള സിങ്കിന്റെ അളവ് 750 മില്ലിഗ്രാമാണ്. വീക്കം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ 450 മില്ലിഗ്രാമോളം മാത്രമാണ് കാണുന്നുള്ളൂ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ 250 മില്ലിഗ്രാമോളം. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അഫിലിയേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള കോസ് അല്ലെങ്കിൽ കൂടെ തീർച്ചയായും ഈ സിങ്കും പ്രോസ്റ്റേറ്റും തമ്മിൽ വലിയൊരു ബന്ധം തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഏറ്റവും കൂടുതൽ നമുക്ക് ഷെൽഫിഷുകൾ അല്ലെങ്കിൽ നമുക്ക് ഈ കക്ക പോലെയുള്ള, ചെമ്മീൻ പോലെയുള്ള, ഞണ്ട് പോലെയുള്ള ഫുഡുകളിൽ നിന്നാണ് കൂടുതലും സിങ്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ്സും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക.